അങ്ങനെ ശ്രീലേഖ മാഡം സൂപ്പർ സ്റ്റാറായി മാറിയിരിക്കുകയാണ്. പോലീസിനെ അടിക്കുക, തെറി വിളിക്കുക, അവരെ ആക്ഷേപിക്കുക, ഇതൊക്കെ ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അനുയായികൾക്കിടയിൽ വലിയ അഭിമാനം വളർത്തുന്നു, ആദരവ് വളർത്തുന്ന ഒന്നാണ്. അതിനുവേണ്ടി പല നേതാക്കന്മാരും പല പ്രക്രിയകളും കാണിക്കാറുണ്ട്. പക്ഷേ അടുത്ത കാലത്തായിട്ട് അങ്ങനെ പോലീസിന്റെ മേക്കെട്ട് കയറി വലിയ നേതാവാവുന്ന, ഹീറോ ആവുന്ന സമ്പ്രദായം കുറെ കാലമായിട്ട് നമ്മുടെ നാട്ടിൽ നടപ്പില്ലാതിരുന്ന ഒന്നാണ്. പക്ഷെ ഇപ്പോഴിതാ നമ്മുടെ ശ്രീലേഖ മാഡം അത് പുനർജീവിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. പോടാ പുല്ലേ പോലീസേ എന്ന് പോലീസിനെ പരസ്യമായി ആക്ഷേപിച്ചു. ശ്രീലേഖ മാഡം അതോടുകൂടി വലിയൊരു ഹീറോയിനായി. കാരണം ശ്രീലേഖ മാഡം പറയുമ്പോൾ അതിന് കുറെ കൂടെ ആധികാരികതയുണ്ട്. എത്രയോ കാലം ഉന്നതമായ പദവിയിൽ പോലീസ് വേഷത്തിൽ ഇരുന്നൊരാളാണ്. പോലീസ് എന്താണെന്ന് നേരിട്ട് അറിഞ്ഞും അനുഭവിച്ചും മനസ്സിലാക്കിയ ഒരാളാണ്. അപ്പൊ ഈ കൊടാ പുല്ലേ പോലീസേ എന്നുള്ള വിളി വരുമ്പോൾ പോലീസ് എത്രമാത്രമേ ഉള്ളൂ എന്ന് തൻ്റെ അനുഭവത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞത് എന്ന് വരുമ്പോൾ അവർ ഒരു വലിയ സ്റ്റാറായി മാറുകയാണ്. പ്രവർത്തകരുടെ ഇടയിൽ, സാധാരണക്കാരുടെ ഇടയിൽ ഇതാ ഒരു ധീര വനിത എന്നുള്ള പരിവേഷം മാഡത്തിന് കിട്ടിയിരിക്കുകയാണ്. ഏതായാലും രാഷ്ട്രീയ രംഗത്ത് മാഡം കുതിച്ച് കയറും എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവും വേണ്ട.